അധ്യായം 38. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഈ നഗരത്തിൽ പാർക്കുന്നവൻ വാൾ കൊണ്ടും ക്ഷാമം കൊണ്ടും മഹാമാരി കൊണ്ടും മരിക്കും. കൽദയരുടെ അടുക്കൽ ചെന്ന് ചേരുന്നവനോ ജീവനോടെയിരിക്കും. അവന്റെ ജീവൻ അവന് കൊള്ള കിട്ടിയതുപോലെ ഇരിക്കും. അവൻ ജീവനോടെ ഇരിക്കും എന്നും യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. ഈ നഗരം നിശ്ചയമായി ബാബൽ രാജാവിന്റെ സൈന്യത്തിന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും. അവൻ അതിനെ പിടിക്കും എന്നും യിരെമ്യാവ് സകല ജനത്തോടും പ്രസ്താവിച്ച വചനങ്ങളെ മദ്ദാന്റെ മകനായ ശെഫത്യാവും പശ്ഹൂരിന്റെ മകനായ ഗദല്യാവും ശെലെമ്യാവിന്റെ മകനായ യൂഖലും മൽഖിയാവിന്റെ മകനായ പശ്ഹൂരും കേട്ടിട്ട് പ്രഭുക്കന്മാർ രാജാവിനോട്, ഈ മനുഷ്യൻ നഗരത്തിൽ ശേഷിച്ചിരിക്കുന്ന പടയാളികൾക്കും സർവ്വജനത്തിനും ഇങ്ങനെയുള്ള വാക്ക് പറഞ്ഞ് ധൈര്യക്ഷയം വരുത്തുന്നതുകൊണ്ട് അവനെ കൊന്നുകളയണമേ. ഈ മനുഷ്യൻ ഈ ജനത്തിന്റെ നന്മയല്ല തിന്മയത്രേ അന്വേഷിക്കുന്നത് എന്ന് പറഞ്ഞു. സിദക്കിയ രാജാവ്, ഇതാ അവൻ നിങ്ങളുടെ കയ്യിലിരിക്കുന്നു, നിങ്ങൾക്ക് വിരോധമായി ഒന്നും ചെയ്യുവാൻ രാജാവിന് കഴിവില്ലല്ലോ എന്ന് പറഞ്ഞു. അവർ യിരെമ്യാവെ പിടിച്ച് കാവൽപുര മുറ്റത്ത് രാജകുമാരനായ മൽഖിയാവിനുള്ള കുഴിയിൽ ഇറക്കി. കയറുകൊണ്ടായിരുന്നു അവർ യിരെമ്യാവെ ഇറക്കിയത്. കുഴിയിൽ ചെളിയല്ലാതെ വെള്ളമില്ലായിരുന്നു. യിരെമ്യാവ് ചെളിയിൽ താണു. അവർ യിരെമ്യാവെ കുഴിയിലിട്ട് കളഞ്ഞു എന്ന് രാജഗൃഹത്തിലുണ്ടായിരുന്ന കൂഷ്യനായ ഏബെക്മേലെക്ക് എന്ന ഷണ്ഡൻ കേട്ടു. അന്ന് രാജാവ് ബെന്യാമീൻ വാതിക്കൽ ഇരിക്കുകയായിരുന്നു. ഏബെക്മേലെക്ക് രാജഗൃഹത്തിൽ നിന്ന് ഇറങ്ങിച്ചെന്ന് രാജാവിനോട് സംസാരിച്ചു. യജമാനനായ രാജാവേ, ഈ മനുഷ്യൻ യിരെമ്യാ പ്രവാചകനോട് ചെയ്തതൊക്കെയും അന്യായമത്രേ. അവർ അവനെ കുഴിയിലിട്ട് കളഞ്ഞു. നഗരത്തിൽ അപ്പം ഇല്ലായികയാൽ അവൻ അവിടെ പട്ടിണി കിടന്ന് ചാകേയുള്ളൂ എന്ന് പറഞ്ഞു. രാജാവ് കൂഷ്യനായ ഏബെക്മേലെക്കിനോട്, നീ ഇവിടെ നിന്ന് 30 ആളുകളെ കൂട്ടിക്കൊണ്ടു ചെന്ന് യിരെമ്യാ പ്രവാചകൻ മരിക്കും മുമ്പേ അവനെ കുഴിയിൽ നിന്ന് കയറ്റിക്കൊള്ളുക എന്ന് കൽപ്പിച്ചു. അങ്ങനെ ഏബെക്മേലെക്ക് അയാളുടെ ആളുകളെ കൂട്ടിക്കൊണ്ട് രാജഗൃഹത്തിൽ ഭണ്ഡാരമുറിക്ക് കീഴേ ചെന്ന് അവിടെ നിന്ന് പഴന്തുണിയും കീറ്റ് തുണിക്കഷണങ്ങളും എടുത്ത് കുഴിയിൽ യിരെമ്യാവിന് കയറുവഴി ഇറക്കിക്കൊടുത്തു. കൂഷ്യനായ ഏബെക്മേലെക്ക് യിരെമ്യാവോട്, ഈ പഴന്തുണിയും കീറ്റ് തുണി കണ്ടങ്ങളും നിന്റെ കക്ഷങ്ങളിൽ വെച്ച് അതിനു പുറമേ കയറിക്കൊള്ളുക എന്ന് പറഞ്ഞു. യിരെമ്യാവ് അങ്ങനെ ചെയ്തു. അവർ യിരെമ്യാവെ കയറുകൊണ്ട് കുഴിയിൽ നിന്നും വലിച്ചു കയറ്റി. യിരെമ്യാവ് കാവൽപുര മുറ്റത്ത് പാർത്തു. അതിന്റെ ശേഷം സിദക്കിയ രാജാവ് ആളയച്ച് യിരെമ്യാ പ്രവാചകനെ യഹോവയുടെ ആലയത്തിലെ 3-ാം പ്രവേശത്തിങ്കൽ തന്റെ അടുക്കൽ വരുത്തി. രാജാവ് യിരെമ്യാവോട്, ഞാൻ നിന്നോട് ഒരു കാര്യം ചോദിക്കുന്നു, എന്നോടൊന്നും മറച്ചുവയ്ക്കരുത് എന്ന് കൽപ്പിച്ചു. അതിന് യിരെമ്യാവ് സിദക്കിയാവോട്, ഞാൻ അത് ബോധിപ്പിച്ചാൽ എന്നെ കൊല്ലുകയില്ലയോ? ഞാൻ ഒരു ആലോചന പറഞ്ഞു തന്നാൽ എന്റെ വാക്ക് കേൾക്കയില്ലയോ എന്ന് പറഞ്ഞു. സിദക്കിയ രാജാവ്, ഈ പ്രാണനെ സൃഷ്ടിച്ചു തന്ന യഹോവയാണ്, ഞാൻ നിന്നെ കൊല്ലുകയില്ല. നിനക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്ന ഈ മനുഷ്യരുടെ കയ്യിൽ ഞാൻ നിന്നെ ഏൽപ്പിക്കുകയുമില്ല എന്ന് യിരെമ്യാവോട് രഹസ്യമായി സത്യം ചെയ്തു. എന്നാറേ യിരെമ്യാവ് സിദക്കിയാവോട്, ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: ബാബേൽ രാജാവിന്റെ പ്രഭുക്കന്മാരുടെ അടുക്കൽ പുറത്തു ചെന്നാൽ നിനക്ക് പ്രാണരക്ഷയുണ്ടാകും. ഈ നഗരത്തെ തീ വെച്ച് ചുട്ടുകളയുകയുമില്ല. നീ നിന്റെ ഗൃഹവും ജീവനോടെയിരിക്കും. നീ ബാബേൽ രാജാവിന്റെ പ്രഭുക്കന്മാരുടെ അടുക്കൽ പുറത്ത് ചെല്ലാഞ്ഞാലോ ഈ നഗരം കൽദയരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും. അവർ അതിനെ തീ വെച്ച് ചുട്ടുകളയും. നീ അവരുടെ കയ്യിൽ നിന്ന് തെറ്റി ഒഴിയുകയുമില്ല എന്ന് പറഞ്ഞു. സിദക്കിയ രാജാവ് യിരെമ്യാവോട്, കൽദയർ എന്നെ അവരുടെ പക്ഷം ചേർന്നിരിക്കുന്ന യഹൂദന്മാരുടെ കയ്യിൽ ഏൽപ്പിക്കുകയും അവർ എന്നെ അപമാനിക്കുകയും ചെയ്യുമെന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞു. അതിന് യിരെമ്യാവ് പറഞ്ഞത്, അവർ നിന്നെ ഏൽപ്പിക്കുകയില്ല. ഞാൻ ബോധിപ്പിക്കുന്ന യഹോവയുടെ വചനം കേൾക്കണമേ. എന്നാൽ നിനക്ക് നന്നായിരിക്കും. നിനക്ക് പ്രാണരക്ഷയുണ്ടാകും. പുറത്ത് ചെല്ലുവാൻ നിനക്ക് മനസ്സില്ലെങ്കിലോ യഹോവ വെളിപ്പെടുത്തി തന്ന അരുളപ്പാടാവിത്: യഹൂദ രാജാവിന്റെ അരമനയിൽ ശേഷിച്ചിരിക്കുന്ന സകല സ്ത്രീകളും പുറത്ത് ബാബേൽ രാജാവിന്റെ പ്രഭുക്കന്മാരുടെ അടുക്കൽ പോകേണ്ടിവരും. നിന്റെ ചങ്ങാതിമാർ നിന്നെ വശീകരിച്ച് തോൽപ്പിച്ചു. നിന്റെ കാൽ ചെളിയിൽ താണപ്പോൾ പിന്മാറിക്കളഞ്ഞു എന്നവർ പറയും. നിന്റെ സകല ഭാര്യമാരെയും മക്കളെയും പുറത്ത് കൽദയരുടെ അടുക്കൽ കൊണ്ടുപോകും. നീയും അവരുടെ കയ്യിൽ നിന്ന് ഒഴിഞ്ഞു പോകാതെ ബാബേൽ രാജാവിന്റെ കയ്യിൽ അകപ്പെടും. ഈ നഗരത്തെ തീവച്ച് ചുട്ടുകളയുന്നതിന് നീ ഹേതുവാകും. സിദക്കിയ രാജാവ്
ഇരമ്യാവിനോട് പറഞ്ഞത്, ഈ കാര്യം ആരും അറിയരുത്, എന്നാൽ നീ മരിക്കയില്ല. ഞാൻ നിന്നോട് സംസാരിച്ച പ്രകാരം പ്രഭുക്കന്മാർ കേട്ടിട്ട് നിന്റെ അടുക്കൽ വന്ന് നീ രാജാവിനോട് എന്ത് സംസാരിച്ചു ഞങ്ങളോട് പറക, ഒന്നും മറച്ചു വയ്ക്കരുത്. ഞങ്ങൾ നിന്നെ കൊല്ലുകയില്ല. രാജാവ് നിന്നോട് എന്ത് സംസാരിച്ചു എന്നിങ്ങനെ ചോദിച്ചാൽ നീ അവനോട്, യോനാഥാന്റെ വീട്ടിൽ കിടന്ന് മരിക്കാതെ ഇരിക്കേണ്ടതിന് എന്നെ വീണ്ടും അവിടെ അയക്കരുതേ എന്ന് ഞാൻ രാജസന്നിധിയിൽ സങ്കടം ബോധിപ്പിക്കുകയായിരുന്നു എന്ന് പറയണം. സകല പ്രഭുക്കന്മാരും ഇരമ്യാവിന്റെ അടുക്കൽ വന്ന് അവനോട് ചോദിച്ചാറേ അവൻ രാജാവ് കൽപ്പിച്ച ഈ വാക്ക് പോലെയൊക്കെയും അവരോട് പറഞ്ഞു. അങ്ങനെ കാര്യം വെളിവാകാഞ്ഞതുകൊണ്ട് അവരൊന്നും മിണ്ടാതെ അവനെ വിട്ടുപോയി. യെരൂശലേം പിടിച്ച നാൾ വരെ ഇരമ്യാവ് കാവൽപ്പുര മുറ്റത്ത് പാർത്തു. യെരൂശലേം പിടിച്ചപ്പോഴും അവൻ അവിടെ തന്നെയായിരുന്നു.